ഇന്നത്തെ വീഡിയോ ഒരു ഈസി ആയിട്ട് എങ്ങനെ ഒരു കേക്ക് സ്പഞ്ച് ചെയ്തെടുക്കാമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബേക്കേഴ്സിൻ്റെ കേക്ക് മിക്സ് ആണ്. അപ്പോൾ ഇത് ചോക്ലേറ്റ് സ്പഞ്ചിന് വേണ്ടിയിട്ടുള്ള കേക്ക് മിക്സ് ആണ് കേട്ടോ. ഈ ഒരു മിക്സ് വെച്ചിട്ട് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കേണ്ടതെന്ന് അതിൻ്റെ ബേക്കിലെ റെസിപ്പിയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഞാനും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ 2 മുട്ട വേണം, പിന്നെ ഒരു 90 ml വെള്ളം വേണം, പിന്നെ 35 ml ഓയിൽ വേണം. ഇത്രയും കാര്യങ്ങൾ മാത്രം മതിയാവും. പിന്നെ എനിക്കൊരു ഡൗട്ടുള്ളത്, ഇത് എത്ര ഇഞ്ച് ടിന്നിലാണ് ഇത് ബേക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതിലെഴുതിയിട്ടില്ല. അപ്പോൾ അതൊരു ഡൗട്ടുണ്ട്. കാരണം അവർ 2 മുട്ടയാണ് യൂസ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ 2 മുട്ടയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരു 6 ഇഞ്ചിൻ്റെയോ 5 ഇഞ്ചിൻ്റെയോ ടിന്നാണ് എടുക്കുന്നത്. അപ്പോൾ അതൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ആ ഫ്ലോറ് ഒന്ന് മെഷർ ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് തന്നെ ഏതാണ്ട് 1.25 കപ്പുണ്ട്, പിന്നെ ഒരു അരക്കപ്പ് പൊടിയുണ്ട്. അപ്പോൾ ഏതാണ്ട് 1.5 കപ്പോളം നമുക്ക് ഫ്ലോർ മാത്രം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 7 ഇഞ്ചിൻ്റെ ടിന്ന് തന്നെ ബേക്ക് ചെയ്യാനായിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു 7 ഇഞ്ചിൻ്റെ ടിന്ന് എടുക്കാം. അത് ഒന്ന് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് മാറ്റി വയ്ക്കാം. മാറ്റി വെച്ചതിന് ശേഷം പിന്നെ കാര്യങ്ങളെല്ലാം സിമ്പിളാണ്. നമ്മൾ മറ്റ് കേക്കുകൾ ഉണ്ടാക്കും പോലെ ഓരോന്നിൻ്റെയും മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും അറിയണ്ട. അതിലുള്ള ഫ്ലോർ എടുക്കുക, അതിൽ പറഞ്ഞേക്കുന്ന വെള്ളവും മുട്ടയും ഒരുമിച്ച് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഹൈ സ്പീഡിൽ ബീറ്റർ കൊണ്ട് ആ ഒരു മിക്സ് ഒന്ന് ഫ്ലഫി ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റ് ചെയ്തിട്ട് വരാം. പിന്നെ കേക്കിൽ ഒഴിക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ വാട്ടറാണ് കേട്ടോ. അത് ചൂടുമല്ല ഭയങ്കര തണുപ്പുമല്ല, നോർമൽ റൂം ടെമ്പറേച്ചർ വരുന്ന വാട്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് വരുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അതിനുശേഷം അതിനകത്ത് 35 ml ഓയിലാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു 35 ml ഓയിലും നമുക്ക് ഈ ഒരു ബാറ്ററിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എനിക്ക് ഉണ്ടായ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ വാനില എസൻസ് ചേർക്കണോ എന്നുള്ളതാണ്. അതിൽ ഓൾറെഡി എസൻസ് ചേർത്തിട്ടുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്, എന്നാലും നമ്മൾ മുട്ടയും കൂടി ആഡ് ചെയ്തിട്ടുള്ളതല്ലേ. അപ്പോൾ ഒരു 1/4 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു പാനിലോട്ട് മാറ്റി കൊടുക്കാം. പാനിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. ബേക്ക് ചെയ്യാനായിട്ട് 180 ഡിഗ്രി സെൽഷ്യസിൽ 40 മിനിറ്റ് വരെയാണ് എടുത്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ കേക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഇതുവരെയ്ക്കും കേക്ക് മിക്സ് വെച്ചിട്ട് കേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ആ സമയത്ത് മോളുടെ ടീച്ചറാണ് ഇതുപോലെ വിളിച്ചിട്ട് ഒരു കേക്ക് മിക്സ് വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് കേക്ക് ചെയ്യാൻ അറിയില്ല, ഒന്ന് ചെയ്തു തരുമെന്ന് ചോദിച്ചിട്ടാണ് എൻ്റെ കയ്യിൽ കൊണ്ടുവന്നത് കേട്ടോ. അങ്ങനെ ചെയ്തിട്ടുള്ളൊരു കേക്കാണ്. ശരിക്കും പെട്ടെന്നൊരു കേക്ക് ചെയ്തെടുക്കണമെങ്കിൽ ഇപ്പോൾ ഹോം ബേക്കേഴ്സൊന്നും അല്ല, വെറുതെ വീട്ടിൽ ഒരു കേക്ക് ഉണ്ടാക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ബർത്ത്ഡേക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കണമെങ്കിൽ ശരിക്കും ഇതാണ് നല്ലൊരു വഴി എന്ന് പറയുന്നത്. കേക്ക് മെറ്റീരിയൽസ് എല്ലാം സെപ്പറേറ്റ് വാങ്ങുന്നതിനേക്കാളും ഒറ്റയടിക്ക് നമ്മുടെ കാര്യം ഈസി ആവുകയും ചെയ്യും. അളവുകളുടെ കാര്യത്തിലൊന്നും വേറെ ടെൻഷനും വേണ്ട. അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ ബേക്കായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. കയ്യിലെടുത്ത് കഴിഞ്ഞാൽ പഞ്ഞിക്കട്ട പോലെ പൊട്ടിപ്പോകുന്നത് പോലെ തോന്നും കേട്ടോ. അത്രയ്ക്കും സോഫ്റ്റായിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു.